എന്നാ ചേട്ടാ ഇത് എന്ത് ചെടിയാ? ഇതിന്റെ ഇല കണ്ടിട്ട് ഒരു നാരകത്തിന്റെ ഇല പോലെ ഉണ്ടല്ലോ. ഇത് ഉള്ളത് നാരക മുല്ല എന്ന് പറയും. ഈ ഇലയുടെ ആ ഇത് വെച്ചാണ് നാരകം എന്ന് വരുന്നത്. മുല്ലയുടെ മണവും നല്ല മണമില്ലേ? നല്ല മണമുണ്ട്. അത് തന്നെ, അതാണ് ഈ നാരക മുല്ല എന്ന് പറയുന്നത്. മുല്ലപ്പൂ പോലെ ഒരു ദിവസം ഇതായിപ്പോ. ഇത് പൂച്ചെടി ആണെങ്കിലും നല്ല ഭംഗിയായിട്ടില്ല, നല്ല രസമാണിത്. നല്ല രസം. ഇത് വേറെ കമ്പ് കുത്തിയാ പിടിക്കുന്നതാണ്. ഓ ശരി. ഇതിങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നു? ഒന്നുമില്ല, തന്നെ എങ്ങനെ നിൽക്കുന്നതാണ്. നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു പയ്യെ ഇതിന്റെ വളർച്ചയുള്ളൂ. കണ്ണവൻ അങ്ങ് വായിച്ചു പോവുകയല്ല. ഏത് കാലഘട്ടത്തിലൊക്കെ ഇത് പൂക്കുന്നത്? ഇതൊരു 3 ട്രിപ്പ് പോകും. ഓർക്കുന്നില്ല. 3 ട്രിപ്പ് ഒരു വർഷത്തിൽ പോകും. എത്ര നാൾ നിൽക്കും പൂവ്? ഒരു ദിവസം 2 ദിവസം ഒക്കെ നിൽക്കും. മുല്ലയുടെ സെയിം തന്നെ. പക്ഷെ ഇങ്ങനെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വരും. ഇതിപ്പോ 2-3 ദിവസം ഇനിയുണ്ട്, മുട്ട വയ്ക്കുന്നുണ്ട്. നാളെയും വരും. ഇതൊക്കെ മുട്ട. ഇതിങ്ങനെ നമ്മുടെ ഈ നാട്ടിലെ സാധാരണ കാണാത്തൊരു ചെടിയാണ്. ഇതിന് മുള്ളുണ്ടോ? മുള്ളില്ല. ഈ ഇലയുടെ പ്രത്യേകത വെച്ചാണ് ഈ നാരകം എന്ന് പറയുന്നത്. ആ ഒരു നാരകത്തിന്റെ ഇലയുടെ ഷേപ്പില്ലേ. മുള്ളോ മറ്റോ ഇതിന്റെ ഇലയ്ക്ക് മണമോ ഒന്നുമില്ല. നാരകത്തിന്റെ മണമൊന്നുമില്ല. ആ ഇലയുടെ വെച്ച് മാത്രം ഇത് പറയുന്നതാണ്. ഇതിന്റെ പൂവിന് നല്ല മുല്ലയുടെ മണം തന്നെയാണ്, ഒറിജിനൽ മുല്ലയുടെ. അതാണ് നാരക മുല്ല എന്ന് തന്നെ പറയുന്നത്. പൂ ചെറുതാന്നുള്ളേ ഉള്ളൂ, മുല്ലയുടെ അത്ര മുഴുപ്പില്ല. പക്ഷെ കട്ട കട്ട ഭയങ്കരമായിട്ടുണ്ട്. സാധാരണ മുല്ലപ്പൂ കൊടുക്കുന്ന പോലെ ഇതിന്റെ പൂ കൊടുത്താൽ വല്ലോ വിപണന സാധ്യതയുള്ളതാണോ? അതിനെപ്പറ്റി ഒന്നും നമുക്ക് ഇതുവരെ ഒന്നും അറിയത്തില്ല. ഒന്നാമത് ഇത് സാധ്യതയുടെ കുറവായതുകൊണ്ട് പൂ തീരെ ചെറുതാണുള്ളത്. ഇത് പെട്ടെന്ന് വാടിയും പോകും. അങ്ങനെ ഒരു ഇത് സാധ്യത വന്നിട്ടില്ല ഇതുവരെ. ഇത് കോർക്കാനും അങ്ങനെ പറ്റത്തോല്ല. മുല്ല കോക്കുന്ന പോലെ നമുക്ക് കോർക്കാനും പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മള് ഇത് മൊത്തം കട്ട് ചെയ്ത് കെട്ടാനൊക്കെ അല്ലെ നമ്മളെ എവിടെയും കുത്തി വെക്കാനൊക്കെ പറ്റും. അങ്ങനെ ഇത് പോകുന്നില്ല, ആർക്കും അറിയത്തില്ല. ഇത് ഇങ്ങനെ ലെയർ എടുത്തിട്ട് മാലയായിട്ട് കെട്ടാൻ അതിന് പറ്റും. അല്ലെങ്കിൽ നമ്മള് മൊക്കയൊക്കെ ആയിട്ട് അതിന് മാല കിട്ടുന്നിറങ്ങിയ. അതെ അതെ അതെ. ഇത് നമുക്ക് മുല്ലമുട്ട് പോലെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, ഇത് വളരെ ചെറുതാ. ഇതിന് മറ്റേ പോലെ നമുക്ക് കോർക്കാനൊന്നും പറ്റത്തില്ല. ഇത് ഉള്ളൂ, കെട്ടാൻ വേണേ പറ്റുമോ? ഇതിങ്ങനെ കെട്ടി എടുക്കാൻ പറ്റും. ഓരോ ലെയർ എടുത്തിട്ട് അതെ, കെട്ടാൻ പറ്റുമേ ഉള്ളൂ. കട്ട് ചെയ്ത് ഇത് വളരെ ചെറുതുമാണ്, കട്ടിയില്ലല്ലോ തീരെ. അതുകൊണ്ടാ എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊക്കെ കാണാത്ത നാട്ടുകാർ കാണണ്ടേ? അതെ അതെ അതെ, ഇതാണ് ഇതിന്റെ കാര്യം. അല്ല ഇത് സാധാരണ ഒരു സ്ഥലത്ത് ഇല്ലാത്ത. ഇല്ല, വളരെ കുറവാണ്. റയറായിട്ടുള്ള സാധനം നാരകമുല്ല. അതെ, നാരകമില്ല. സാധാരണ നമ്മുടെ വീടുകളിലൊന്നും ഇല്ലാത്ത ഈ നാരകമുല്ലയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.